എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു ഫാമിലി, അവരുടെ കുട്ടി ഈ കുട്ടി എന്നോട് പറഞ്ഞൊരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. വേറൊന്നുമല്ല, വല്യപ്പൻ വിഷം കൊടുത്ത് ഈ കുട്ടിയെ കൊല്ലാൻ നോക്കിയെന്നുള്ളതായിരുന്നു ഈ കുട്ടി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇത് സത്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ ഇത് പോലീസ് കേസാക്കിയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പോലീസ് കേസാക്കി. പക്ഷേ എന്താണ്, വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ ആ പോലീസ് കേസോ കാര്യങ്ങളോ ഒന്നും മുമ്പോട്ട് പോയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ ഒരു കേസ് പഠിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അപ്പനെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചുമകന് ഒരു അധികപ്പറ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പന് മകനോട് ഭയങ്കര സ്നേഹമാണ്. സാധാരണ അമ്മമാർക്കാണ് ആ മക്കളോട് ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഈ അപ്പനെ സംബന്ധിച്ചിടത്തോളം മകനോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഈ മകനോടുള്ള സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്നു ഭാര്യയുടെ അടുത്തും അതോടൊപ്പം തന്നെ കൊച്ചുമകൻ്റെ അടുത്തും ഒക്കെ പങ്കുവയ്ക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നലായിരുന്നു ഈ അപ്പനെ ഇൻസെക്യൂർ ഫീലിംഗിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഈ മകനോട് ഭയങ്കര വൈരാഗ്യമാണ് ഈ വല്യപ്പനെ സംബന്ധിച്ചിടത്തോളം. കൊച്ചുമകനോട് വല്ലാത്ത വൈരാഗ്യമാണ്. അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുകയാണെങ്കിൽ തൻ്റെ മകനായിട്ടുള്ള അപ്പന് മോനെ സ്നേഹിക്കുന്നത് ഒഴിവാക്കാം എന്നുള്ള ആ ഒരു തോന്നൽ ഇയാളുടെ മനസ്സിൽ വന്നുകൂടുകയും അങ്ങനെ ഇയാൾ ഈ കൊച്ചിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. ഈ ഒരു കൗൺസിലിംഗ് പ്രോസസ്സിൽ ഞാൻ ശരിക്കും ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അപ്പൻ്റെ അടുത്തുനിന്ന് ഈ കൊച്ചുമകനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ഈ അപ്പൻ വൈരാഗ്യബുദ്ധിയോടുകൂടി ഈ കൊച്ചുമകനോട് പ്രവർത്തിക്കാം. ഈ കൊച്ചുമകൻ്റെ ജീവനം അപകടത്തിലാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അതിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരം മനുഷ്യരെ പോലും നമുക്ക് നന്നാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് കൗൺസിലിംഗ് ടെക്നിക്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ ചിലപ്പോൾ ഹോസ്പിറ്റലൈസേഷൻ നടത്തിയിട്ട് അവർക്ക് മെഡിക്കേഷനൊക്കെ സജസ്റ്റ് ചെയ്യേണ്ടതായിട്ടും വരും. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുകയും അവരെങ്ങനെയാണ് നമ്മുടെ അടുത്തും അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടുമൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് നോക്കി വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്.